ഹായ് ഫ്രണ്ട്സ്, വി വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന എൻ്റെ വീഡിയോയിലൂടെ അടമാങ്ങ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ധാരാളം മാങ്ങ സീസണാണ്, ധാരാളം മാങ്ങ നമുക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അടമാങ്ങ ഉണ്ടാക്കി വെച്ച് വർഷങ്ങളോളം മാങ്ങ യൂസ് ചെയ്യാൻ പറ്റും. മാങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ പറിച്ച് കഴുകി വൃത്തിയായിട്ട് ചെറിയ പീസ് നമ്മൾ ഇഷ്ടാനുസരണത്തിലുള്ള ഷേപ്പിലാക്കി മുറിച്ച് അതിൽ ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും കൂടെ തറി ഉണക്കാൻ വെച്ച് ഒരാഴ്ചത്തോളം വെയിലത്ത് ഉണങ്ങി എല്ലാം കൊണ്ടാട്ടം പോലെ ഉണക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഒരു ടിന്നിലാക്കി വെക്കാം. വർഷങ്ങളോളം അത് കേടുവരാതെ നിൽക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ചെടുത്ത് വേണ്ടത് മാത്രം എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് അത് കുതിർന്ന് പഴയ മാങ്ങയുടെ രൂപമാവും. പിന്നീട് നമുക്ക് അച്ചാറിൻ്റെ ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിൽ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ആവയ്ക്ക അച്ചാർ, അടമാങ്ങ അച്ചാർ എന്നൊക്കെ പറയും അതിന്. ഇനിയിപ്പോൾ കറിയാണ് വെക്കേണ്ടതെങ്കിൽ അതേപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൽ തേങ്ങ അരച്ച് വേവിച്ച് തേങ്ങ അരച്ച് ഒഴിച്ച് വെച്ചാൽ കൂട്ടാനായി, കറികളായി. അതുപോലെ തന്നെ പിന്നെ പുളിങ്കറിയും തേങ്ങാക്കറിയും എല്ലാം ഈ അടമാങ്ങയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.